ഇനിയിപ്പോ ഇതിലേത് വേണമെന്നുള്ളതാണ് പ്രശ്നം. നിറം എന്താ? നിറം എന്താ ആളിന്റെ നിറം ഫെയറാ. എങ്കിൽ ഇത് നന്നായിരിക്കും. നന്നായിരിക്കും അല്ലേ? നന്നായിരിക്കും. വായിക്കാനും എന്തെങ്കിലും ഒന്ന് വാങ്ങി പിള്ളേരെ സമയം കളയാതെ. നമസ്കാരം സാർ. ആ ആഹാ, കുട്ടന് നാള് നല്ല ഫോമിലാണല്ലോ. അത് പോട്ടെ, നല്ല ചേർച്ചയുണ്ടല്ലേ? പിന്നെ നല്ല ചേർച്ചയല്ലേ നിനക്കല്ല, നാണിയമ്മയ്ക്ക്. ആ പൂവും ആ പ്രായവും. ചേട്ടന്റെ ഒരു തമാശ. ഇന്ന് വല്ലതും സംഭവിക്കൂടി? ഇങ്ങി തന്നെ. എന്തോന്ന് ഇങ്ങി തന്നെ, ചുമ്മാ കൊതിപ്പിക്കാതെ. ആ ഇതിപ്പം നാണിയമ്മ പറഞ്ഞ ശരിയായല്ലോടി. പൂവച്ചപ്പം നിനക്ക് ചില റിയാക്ഷൻസ്. എന്താ ഇത്, ഈ ചേട്ടൻ എപ്പോഴും ഇങ്ങനെയാ? നീ എന്താ വേണ്ടെന്ന് പറ. ഞാൻ ഉദ്ദേശിക്കുന്ന വല്ല കാര്യമാണെങ്കിൽ അത് ഇങ്ങനെ ചടാപിടിയൊന്നും പറ്റത്തില്ല. അതിന് ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. സാരി എന്തിയേ? സാരി? ഓ, അറിയില്ലെന്ന് വിചാരിച്ചോ? എന്റെ അടുത്ത് രാജമ്മ ചേച്ചി പറഞ്ഞല്ലോ ചേട്ടൻ സാരി വാങ്ങിക്കുന്നത് കണ്ടെന്ന്. ഓ അത് ശരി. അതിനിടയ്ക്ക് ന്യൂസ് ഞെത്തിയോ? ഞാൻ ആലോചിക്കുക, ഈ പെണ്ണുങ്ങളുടെ കാര്യം ഭയങ്കരമാണല്ലോ. കുട്ടാ, ഈ സാരിയെ പറ്റി പറഞ്ഞാൽ അതൊരു വലിയ കഥയാണ്. എനിക്കിന്ന് പെട്ടെന്ന് തോന്നി നിനക്കൊരു സാരി വാങ്ങിക്കണം. ചെന്ന് ഇഷ്ടപ്പെട്ട ഒരു സാരി തന്നെ എടുത്തു. തപ്പി നോക്കിയപ്പം പോക്കറ്റ് ഉദ്ദേശിക്കുന്ന പോലെ കാശില്ല. കാശ് തികയത്തില്ല എന്ന് പറയാൻ ഇൻസ്പെക്ടർക്ക് സാധിക്കുമോ? ഒന്നങ്ങോട്ട് വരുന്നു. വൈഫിനോടൊന്ന് ചോദിച്ചിട്ട് വാങ്ങിക്കാന്ന് പറഞ്ഞു. എന്തൊരു കഷ്ടമാണ് ചേട്ടാ. ആന കൊടുത്താലും ആശ കൊടുക്കരുത്. ഞാൻ ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിൽക്കുന്നു അറിഞ്ഞ ഉടനെ നിന്നോട് ആരാ പറഞ്ഞത് മധുരയ്ക്ക് ലോറി വെച്ച് പൂ വരുത്താൻ? സാരി നാളെ വാങ്ങിക്കും. ചുമ്മാ. പുറത്തുപോയി പല ആൾക്കാരുമായി സഹകരിക്കുന്നവരാ. ഇടയ്ക്ക് അലവും പിടിയൊന്നും അഴിച്ച് പരിശോധിക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. ഞാൻ ചോദിക്കാൻ പോവാ. കുട്ടോ, ഉച്ചക്ക് മാമുണ്ണാൻ എന്തുവാടാ കറി? ഊരി കെട്ടിയല്ലേ രാവിലെ? എടി ഇപ്പഴേ അവിടെ ഇങ്ങനെ ഇത്രയും മുഖം. ഇതും കണ്ടുകൊണ്ട് തന്നെ അങ്ങോട്ട് കെട്ടിയെടുക്കണം. ഓരോ തലയിലെടുത്ത്. സാരി എവിടെ? സാരി എവിടെയെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്നോട് സാരി വാങ്ങിച്ചിട്ടില്ല, ഇന്നേ വാങ്ങിക്കുള്ളൂ. അപ്പൊ ഇന്നലെ വാങ്ങിച്ച സാരി എവിടെ? അത് ആർക്ക് കൊടുത്തു? എനിക്കിപ്പോ അറിയണം. എടി ഞാൻ സാരി വാങ്ങിച്ചിട്ടില്ല. എന്തിനാ കള്ളം പറയുന്നത്? ഇതാ ബില്ല്. എനിക്ക് പോക്കറ്റിൽ നിന്ന് കിട്ടിയതാ. ഓഹോ, അത് ശരി. രാവിലെ എണീറ്റ ഇപ്പൊ ആദ്യത്തെ പരിപാടി ഇതൊക്കെയല്ലേ? രാവിലെ പാന്റ് വെപ്പ്, ഷർട്ടിന്റെ പോക്കറ്റ് വെപ്പ്. ഞാൻ സിഐഡി വെച്ചാ മതി. നിന്നോലൊക്കെ പിടിച്ചേ. വിഷയം മാറ്റൊന്നും വേണ്ട. എനിക്കിപ്പോ അറിയണം. ആ സാരി എവിടെ? ഇന്നലെ വാങ്ങിച്ച സാരി എവിടെയെന്ന് ഇപ്പൊ പറയാൻ മനസ്സിലെങ്കിലോ? അതെന്തോ ന്യായമാ? സാരി വാങ്ങിയത് ആർക്കാണെന്ന് ആ കൊച്ചി ചോദിച്ചപ്പോ സത്യം അങ്ങ് പറഞ്ഞൂടാ. കരണമൊന്നും വേണ്ട കേട്ടോ. അടുക്കള മണിക്ക് വന്നാലേ അവിടെ പണിയുണ്ടോ നോക്കണം. അവരോട് എങ്ങനെ തട്ടിക്കയറുന്നേ? തട്ടിക്കയറോടി. വീട്ടുകാരിക്ക് വരുന്നവര് ഇങ്ങനെയുള്ള കാര്യം. അവര് വീട്ടുകാലിക്ക് വന്നൊന്നുമല്ല. അവരെല്ലാം അറിയുന്ന സ്ത്രീയാ. എന്തറിയാം? നാണിയമ്മ എന്നോട് പറഞ്ഞതാ. പോലീസ് അവരുടെ സ്വഭാവമൊക്കെ ഒന്നാ. അവർക്ക് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോ ഓരോ ബന്ധമാണെന്ന്. അങ്ങനെയുള്ള ഏതോ ഒരുത്തിക്ക് ആ സാരി വാങ്ങിച്ചു കൊടുത്തത്. അയ്യോ, എനിക്കിതൊന്നും കണ്ടോണ്ടിരിക്കാൻ വയ്യായേ. ഞാൻ പോവാ. ഞാനും വരുന്നു നാണിയമ്മ. വേണ്ട, സാരിയുടെ കാര്യം പറയാതെ ഞാൻ വരത്തില്ല. അതൊരു വലിയ കഥയാടി, ഞാൻ പറയാം. വേണ്ട വേണ്ട, എനിക്ക് കഥയൊന്നും കേക്കട്ട. സാരി വാങ്ങിച്ച ആർക്കാന്ന് പറയാതെ ഞാൻ ഇവിടെ താമസിക്കത്തില്ല. ഞാൻ അങ്ങോട്ട് വരത്തില്ല. എന്നാ കാര്യം എന്നറിയണ്ടായോ? എന്നാ കാര്യമാടി? അവര് ഭാര്യയും ഭർത്താവുമ്പോ ഇങ്ങനെ അണങ്ങി പിണങ്ങിയൊക്കെ ഇരിക്കും. എന്നാലും നമ്മളും ഉണ്ടായിരുന്നാൽ എങ്ങനെയാ? ശോഭന പിണങ്ങിപ്പോയി. അങ്ങേരുതേ വാതിലും പൂട്ടി മിണ്ടാതിരിക്കുന്നു.
ഒന്ന് പോയി ചോദിച്ചേ, അയൽവക്കായാലും എന്നാണെന്ന് അറിയണ്ടായോ? സമ്മതിക്കല. ആ, ഇതെന്നാ വിളിച്ച ബ്രെഡും ജാമും ഒക്കെ ആയിട്ട് ഇംഗ്ലീഷ് സ്റ്റൈല്? വല്ലപ്പോഴൊക്കെ ഒരു ചേഞ്ച് വേണ്ടേ? ഇന്നിങ്ങനാവാന്ന് കരുതി. വനിതാ പോലീസില്ലേ? ആ, അവള് വീട്ടിൽ പോയിരിക്കുക. സാധാരണഗതിയില് തിരിച്ചെത്തേണ്ട സമയം കഴിഞ്ഞല്ലോ. ഇന്നവള് സ്വല്പം ഇടഞ്ഞു പോയിരിക്കുക. കാര്യം? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവിടെ സ്വഭാവം അറിയാലോ. രാവിലെ ഒന്നും രണ്ടും പറഞ്ഞൊന്ന് പിണങ്ങി ഇറങ്ങി ഒരു പോകും പോയി. നാളെ ഇനി വരും. അല്ല, ഇണക്കവും പിണക്കവും ഒക്കെ എല്ലായിടത്തും ഉള്ളതാ. പക്ഷെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് എല്ലാം തീർന്നിരിക്കണം. ഈ കട്ടില് വിട്ടുള്ള കളി വേണ്ട. അയ്യോ തോമാച്ചേത് അങ്ങനൊന്നും ഇല്ലെന്നേ. അവള് നാളെ രാവിലെ ഞെത്തും. 24 മണിക്കൂറിനപ്പുറം എന്നെ പിരിഞ്ഞിരിക്കാൻ അവർക്ക് സാധിക്കുമെന്ന് തോമാച്ചന് തോന്നുന്നുണ്ടോ? പിന്നെ അവൾ ആളൊരു ബഹളമാണ്. അല്ല, വന്നോട്ടെ, അതുകൊണ്ടല്ല. വന്നില്ലേ താൻ പോയി വിളിച്ചോണ്ട് വരണം. അത് പറയാനാ ഞാൻ വന്നത്. പറഞ്ഞു കേട്ടല്ലോ. ആ, പ്രിയപ്പെട്ട എന്റെ ചേട്ടന്, എന്നാലും ഞാൻ ഇറങ്ങിപ്പോകാൻ നേരത്ത് എന്നെ പിടിച്ചു നിർത്തേണ്ടതല്ലേ? ഞാൻ അച്ഛനോട് പറഞ്ഞിരിക്കുന്നത് ചേട്ടൻ നാളെ വരുമെന്നാണ്. മറ്റു കാര്യങ്ങളൊന്നും അച്ഛനറിയില്ല. എനിക്ക് ചേട്ടനെ പിരിഞ്ഞിരിക്കാൻ വയ്യ. നാളെ തന്നെ വരണേ. അങ്കിൾ, ഉം? ആന്റി എന്ന് വരൂ. ആ, വരും. എങ്ങനെയുണ്ട് പിള്ളേച്ചാ നമ്മുടെ ക്രിസ്ത്യാനി ചായ? കലക്കാൻ. ഞാനും മോളും കൂടെ തോമച്ച, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ തോമച്ച അവള് വരുമെന്ന്. ആര്? ശോഭന. ഓ, വന്നോ? വരുന്ന കണ്ടില്ലേ തള്ള? അവളുടെ പൈലറ്റ്. പക്ഷെ ഞാൻ എന്നീ തള്ളെ ഒന്ന് മൂപ്പിച്ചു വിടും. ചുമ്മാ ബഹളൊന്നും ഉണ്ടായി. വെറുതെ തോമച്ച, ഈ ആസ്മാക്കളെ ആള് വിഷവിത്ത. തോമച്ചൻ ധൈര്യമായിട്ട് താഴോട്ട് വയ്ക്കോ, ഞാനിത് മാനുമായിട്ടും കയറി. ഞാൻ വെറുതെ. ഇല്ലെന്നേ തോമച്ച. എന്താ രാവിലെ എന്തു പറ്റി? അവിടെ എല്ലാവർക്കും സുഖമാണല്ലോ. ആ, അവിടെ ആർക്കും അസുഖമൊന്നുമില്ല. നിങ്ങളുടെ ഈ വർത്തമാനത്തിന്റെ രീതിയെ ശരിയല്ല. ഇത്രയും പ്രായമായില്ലേ നിങ്ങൾക്ക്? അവിടെ ചെവിക്ക് താഴെ ഇരുന്ന് സ്ക്രൂ ചെയ്യുന്ന നേരം ഉണ്ടെങ്കിൽ പല നല്ല കാര്യം പറഞ്ഞു കൊടുത്തൂടെ? അതിന് കൊച്ചിന്റെ ഭാഗത്ത് തെറ്റില്ല. പിന്നെ ആരുടെ ഭാഗത്ത് തെറ്റ്? എന്റെ ഭാഗത്താ? എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. അതുകൊണ്ടാണ് രാവിലെ അണ്ടസെറ്റ് ഇവിടെ തന്നെ ഇരുന്നത്. ഇന്നലെ അങ്ങോട്ട് ചെന്നപ്പോ മനസ്സിലായില്ലേ അവളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന്? അതുകൊണ്ടായിരിക്കും രാവിലെ കൊണ്ട് കെട്ടിയെടുത്തത്. നാണമില്ലാതെ. ഞാൻ വന്ന അതിനൊന്നും അല്ല. കൊച്ചിന്റെ ഉടുപ്പെടുത്തോണ്ട് പോവാനാ. ഉടുപ്പ്? ആരുടുപ്പ്? കൊച്ചിന്റെ. ഇത് അവൾ പറഞ്ഞതോ അവളുടെ അച്ഛൻ പ്ലാൻ ചെയ്തതോ അതോ നിങ്ങളുടെ ബുദ്ധിയിൽ ഇപ്പൊ തോന്നിയതോ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്നോട് പറഞ്ഞു, ഞാൻ വന്നു. അത് ശരി, എടുത്തോണ്ട് പോണം. ഒന്നങ്ങോട്ട് വന്നാട്ടെ, ഞാൻ എടുക്കാൻ പോവാ. എന്താണ് ഈ കാണിച്ച്? ഞാൻ എഴുത്തു കൊടുക്കാനല്ലേ പറഞ്ഞത്? എഴുത്തു കൊടുക്കാനാ കുഞ്ഞെ പോയത്, ഉടുപ്പെടുക്കാനല്ല. അവിടെ ചെന്നപ്പോ എന്നെ അങ്ങ് കടിച്ചു കയറാൻ വരുമല്ലോ. ഞാൻ എന്തിനാ അങ്ങോട്ട് കെട്ടിയെടുത്തതെന്ന്? എനിക്കിതൊക്കെ കേൾക്കേണ്ട ആവശ്യം എന്തുവാ? ഞാൻ ഇവിടുത്തെ ചോറ് നിന്നാ ഇത്രയും നാൾ വളർന്നത്. ആ, അപ്പൊ കെട്ടിയെടുത്തൊന്നും അല്ല, കുഞ്ഞിന്റെ ഉടുപ്പെടുക്കാൻ ചെന്നാന്ന് ഞാൻ പറഞ്ഞു. ചേട്ടനിപ്പൊ എന്ത് മനപ്രയാസം ഉണ്ടായി കാണും? കുഞ്ഞെ, ഞാനിതിപ്പോ അബദ്ധത്തിൽ പറഞ്ഞു പോയതാണെങ്കിലും അത് കൊള്ളേണ്ടടുത്ത് കൊണ്ടു. സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതാണല്ലോ. കുഞ്ഞ് സമാധാനമായിട്ടിരിക്കെ. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് അദ്ദേഹം നാളെ ഇനി വരും.
മമ്മി എന്തേ? മമ്മിയും ഡാഡിയും പള്ളിയിൽ പോയി. മോള് മാത്രമേ ഉള്ളൂ? ആ. വരൂ ആന്റി. വേണ്ട, ആന്റി ഇവിടെ ഇരുന്നോളാം. അത് ശരി, താഴെ ഇരിക്കാനല്ലേ? എന്തിനാ ഈ നാണം? ഈ വാശിയും പിണക്കവും എല്ലാം കളഞ്ഞ് കേറിഞ്ഞ് വാട എന്റെ മണിക്കൂട്ട. എന്നെ തല്ലി, നാണിമ വന്നപ്പോ ചീത്ത പറഞ്ഞു. ഇതൊക്കെ ആയിട്ട് അച്ഛനറിയാണ്ട് ഞാൻ ഇവിടം വരെ വന്നില്ലേ? എന്താ താഴോട്ട് വന്നാൽ? എത്ര തവണ ഇതിനു മുമ്പ് ഞാൻ താഴെ ഇറങ്ങി വന്ന് എന്റെ മണിക്കുട്ടനെ വിളിച്ചുകൊണ്ട് പോന്നിട്ടുണ്ട്. അതുകൊണ്ടല്ലേ നീ ഈ ദുർവാശയൊക്കെ ഇപ്പൊ കാണിക്കുന്നത്? ഇത്തവണ ഏതായാലും നീ ഒന്ന് മേലോട്ട് കയറുക. അങ്ങനെ വന്ന് നമുക്കൊരു പുതിയ ജീവിതം ആരംഭിക്കാം. വാടി മോളെ, ആന്റി പോവാ. നീ ഇത്ര ഉറക്കെ ഒന്നും പറയണ്ട. നീ ഈ പറയുന്ന മോളുടെ അടുത്തല്ല, എന്നോടാന്ന് ചേട്ടൻ അറിയില്ലേ? നിനക്ക് വേണ്ടി ഈ വാതിലും തുറന്ന് ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നേരം എത്രയാ എന്റെ മോളെ? താൻ ഇൻസ്പെക്ടർ വലിയ ശിങ്കയാണല്ലോ. എന്തായി കാണിക്കുന്നേ? താൻ ഇൻസ്പെക്ടറെ കൊണ്ട് നാട് നന്നാക്കും വലിയ. എന്റെ ചോര വെച്ചുണ്ടാക്കിയ കാശ എന്ത് കാണിക്കാം? എന്തോടോ? എനിക്ക് മാർക്കം സോണിനെ പേടി. ഞാൻ അയാളുടെ പരിധിക്കല്ല ജീവിക്കുന്നത്. എനിക്ക് അതിന്റെ ആവശ്യവുമില്ല. നേരെ മറിച്ച് അന്ത്യം ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്നവനാ. എന്തോ പറയാ? ഇങ്ങോട്ട് മാറിക്ക് ബെന്നി. പിള്ളേരോട്ട് ഉടക്കണത്. ഞാനേ നമ്മുടെ വർക്ക്ഷൈറ്റിലെ തൊഴിലാളികള് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ഒത്തീർപ്പിന് വേണ്ടി പോയതാ. വരുന്ന വഴിക്കൊന്ന് കയറിക്കളയാന്ന് വിചാരിച്ചു. ഇതാ നമ്മളെ മരുമകൻ. ഇവര് മണ്ഡലം പ്രവർത്തകരാ. എനിക്ക് അല്പം കാര്യം സംസാരിക്കാനുണ്ട്. വ്യക്തിപരമാണ്. വ്യക്തിപരമാണല്ലേ? എന്നാ പിന്നെ ഇവരോട് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുമല്ല, ഇരിക്കാൻ കസേരോട് തികയത്തില്ല. ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ അല്പനേരം ഒന്ന് പുറത്തേക്ക് നിൽക്കണം. ഇന്നലെയോ മെനഞ്ഞാന്നോ മറ്റോ അങ്ങോട്ട് വരുന്നെന്ന് അവള് പറയുന്നത് കേട്ടു. ഞാൻ വരണമെന്ന് വിചാരിച്ചാണ്. പിന്നെ ഉടുക്കാനുള്ള ഡ്രസ്സുകളെല്ലാം കൊണ്ടുപോയിട്ടുള്ളതുകൊണ്ട് സാവകാശത്തിലാവാന്ന് കരുതി. അത് നിങ്ങളുടെ കാര്യം. പിന്നെ ഞാൻ വന്നത് നമ്മുടെ മാർക്കോസ് മുതലാളിയുടെ മകന്റെ പേരിൽ ഒരു കേസോ. അതെ, ബെന്നിയുടെ പേര്. IPC 323 ആണ്. സാമാന്യം തരക്കേടില്ലാത്ത കുറ്റകൃത്യമാണ്. അതെന്ത് വേണേ ആയിക്കോട്ടെ. മാർക്കോസ് മുതലാളി ഞാനുമായിട്ടുള്ള ഇരിപ്പോശം വെച്ച് നോക്കുമ്പോൾ നമ്മളായിട്ടൊന്നും സംഭവിക്കരുത്. അത് അവര് തന്നെ തീർത്തോളും. അവർ കുറ്റം ചെയ്യുകയും അവർ തന്നെ തീർക്കുകയും ചെയ്താൽ പിന്നെ ഈ നാട്ടിൽ പോലീസ് സ്റ്റേഷന്റെ ആവശ്യം എന്ത്? മാത്രമല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്നെ ആരും ഉപദേശിക്കുന്നത് എനിക്കിഷ്ടമല്ല. സൈറ്റിൽ വന്ന് കോൺക്രീറ്റിന് ഇത്ര സിമന്റ് മണ്ണോടാൻ ഞാൻ ആവശ്യപ്പെട്ടാൽ വകവയ്ക്കൂ? ഞാൻ ആ രീതിയിലാണ് സംസാരിച്ചത്. എനിക്ക് വളരെ വേണ്ടപ്പെട്ട കാര്യമായതുകൊണ്ടും വന്നാൽ സാധിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഇത്ര ബുദ്ധിമുട്ടിയത്. അത് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ഇത് നടപ്പിലാക്കാൻ തൊഴിൽപരമായ ചില പ്രശ്നങ്ങളുണ്ട്. അല്ല, ഇതൊഴിച്ച് ഒരു സബ് ഇൻസ്പെക്ടർ, ഞാൻ എത്ര സബ് ഇൻസ്പെക്ടറിനെ കണ്ടിട്ടുള്ള? ഇയാളെ മഹാരാജാവും ഇയാൾ ആരെന്ന് വിചാരിച്ചോട് കളിച്ചത്? ഇയാൾക്ക് അറിയാമയോ നാരണമുള്ള? നിങ്ങൾക്കാണ് കൂട്ടി നിന്നത്. വലിയ അഭിപ്രായമായിരുന്നല്ലോ. നല്ല പയ്യൻ, അനുസരണമുള്ള പയ്യൻ, തലവാഴത്തമുള്ള പയ്യൻ. ഇപ്പൊ എന്റെ മുഖത്ത് കൈവരത്തിച്ചില്ലേ? എന്താ ഉണ്ടായേ? മാർക്കോസ് മുതലാളിയുടെ മകനെ അറസ്റ്റ് ചെയ്തെന്ന് പറയാൻ വേണ്ടി ഞാൻ അവിടെ ചെന്നപ്പോ അയാൾക്ക് തൊഴിൽപരമായ പ്രയാസങ്ങളുണ്ട് പോലും. എന്നെ പറ്റി വേണ്ട, ഇവിടെ നിൽക്കുന്ന അവളെ പറ്റി എന്തെങ്കിലും വിചാരം ഉണ്ടായിരുന്നെങ്കിൽ അയാൾ പറയുമായിരുന്നു. എന്നിട്ട് ഞാനവിടെ എന്റെ മരുമനെ കാണാൻ ചെന്നപ്പോഴേക്ക് അയാൾ എന്നെ ഒരുപാട് ഇസ്പേഡ് ഏഴാം കുരു പോലെ. അതിനർത്ഥം എന്താണ് അമ്മേ? അയാൾക്ക് തൊപ്പിയാ മുഖ്യം. അയാൾക്ക് എന്നെയും എന്റെ മോളെ ഒരു പ്രശ്നമല്ല. അയ്യോ അച്ഛ, അങ്ങനെ പറയരുത്. ചേട്ടൻ അങ്ങനെ ചെയ്യത്തില്ല. ഞാൻ ഇപ്പൊ പോയി പറയാം ചേട്ടനോട്. വേണ്ട, നീ പറഞ്ഞു കേൾക്കുന്ന അർത്ഥമില്ല. ഞാൻ കൂടെ പറഞ്ഞാൽ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. അയാൾ എന്ത് ചെയ്യുമെന്ന് നോക്കട്ടെ. ഏതായാലും അത് അറിഞ്ഞിട്ട് നീ അയാളുടെ കൂടെ പോയാൽ മതി.
സാറത് ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. ആ. അല്ല, കുഞ്ഞ് വീട്ടിൽ പോയിട്ട് വന്നില്ലേ? ഇല്ല. അച്ഛനെ കാണാൻ പോയതല്ലേ? ആ അതെ. അല്ല, എന്നാലും 3 ദിവസം ആയല്ലോ. കുഞ്ഞിനെ എന്നിങ്ങോട്ട് വരുമെന്നാ? ഇല്ല, അവൾ ഇനി വരുന്നില്ല. തൃപ്തിയായില്ലേ? എന്താ സാർ ഇങ്ങനെ? നിങ്ങളല്ലേ എന്നോട് പറഞ്ഞ വീട്ടിൽ പോകുന്ന കാര്യം ശോഭനയോട് പറയരുതെന്ന്? പറഞ്ഞാൽ എന്തായിരുന്നു കുഴപ്പം? ഞാൻ സാറിന്റെ ഒരു നന്മ ഉദ്ദേശിച്ചാണ് അങ്ങനെ പറഞ്ഞത്. ഞാൻ അന്നേ അവളോട് അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. സംഗതി അവിടെ തീർന്നേനെ. അത് മറയ്ക്കാൻ ഒരു കള്ളം, ആ കള്ളം മറയ്ക്കാൻ അതിനേക്കാൾ വലിയ വേറൊരു കള്ളം. നിങ്ങളാണ് എല്ലാം കാരണക്കാരൻ. സാർ, ഞാൻ പറഞ്ഞത് പോയിപ്പിള്ളേ, 30 വർഷക്കാലത്തെ സർവീസിനുള്ളിൽ നിങ്ങൾ 5 6 ബ്രാഞ്ചുകൾ ഉണ്ടാക്കിയിരിക്കും. പക്ഷെ എനിക്കെല്ലാം എന്റെ മണിക്കൂട്ടനായിരുന്നു. ഐ എം സോറി. പോയിപ്പിള്ള പോ, നമുക്ക് നാളെ സംസാരിക്കാം. എന്താ പിള്ളേച്ചെ കേട്ടത്? പിള്ളേച്ചനെ പറ്റി എനിക്കുണ്ടായിരുന്ന എല്ലാ മതിപ്പും അങ്ങ് പോയി. ഒരു ഹെഡ് കോൺസ്റ്റബിൾ പറഞ്ഞ വാക്ക് കേട്ട് ഇത്രയും കള്ളക്കളി കളിച്ചു എന്ന് പറഞ്ഞ ഇതിന്റെയൊക്കെ ആവശ്യം എന്താ? എനിക്കിപ്പോ തോന്നുന്നു എന്തോ എനിക്കൊരു ബുദ്ധിമോശം പറ്റിപ്പോയി. ശരി, സമ്മതിച്ചു. ഇന്ന് ശോഭനയോടെ വന്നില്ലേ? നിങ്ങൾ എന്താ കുട്ടിയെ വിളിക്കാഞ്ഞ്? അത് എന്നെ കാണാമെന്നാണെങ്കിൽ അതൊക്കെ മേലോട്ട് വരുന്നൂടെ? അവളെ കണ്ടല്ലേ എന്നോട് നിൽക്കുന്നത്. എന്തുവാ പിള്ളേച്ചെ പറയുന്നത്? നിങ്ങൾ കൂടെ കൂടെ പറയാറുണ്ടല്ലോ ശോഭന കൊച്ചുകുട്ടിയാണെന്ന്. ഇപ്പൊ നിങ്ങൾ ആദിലും കൊച്ചുകുട്ടി. ശോഭന എവിടെ വരുന്നത്? നിങ്ങളെ കാണാനല്ല, പിന്നെ ആരെ കാണാനാ? ഞാൻ ഉപദേശിക്കാനൊന്നും വിചാരിക്കില്ല. ഇതിപ്പോ തന്നെ റിപ്പയർ ചെയ്യുന്നതാ നല്ലത്.